അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഡെന്റൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു വലിയ പ്രതിഷേധം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് കുടുംബം ഉയർത്തുന്ന പ്രശ്നം. എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി പറയാനുള്ളത്. തൊണ്ണൂറ് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടല്ലേ. 90 കൂടുതൽ സീറ്റോടുകൂടി കഴിഞ്ഞ 2 പ്രാവശ്യവും കിട്ടിയതുപോലെ ഇപ്രാവശ്യവും അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ അതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിൽ അതില്ലല്ലോ. അതെ, 90 ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വിശദീകരണം നടത്തുന്ന കാര്യം എന്തായാലും. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ധാരണ, ഭാഷ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എത്രത്തോളം ഉണ്ടോ ആ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. 90-ന്റെ മേലെ, 100-ന് മുകളിൽ. അത് 2 പ്രാവശ്യം അങ്ങനെയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അതിനായിരുന്നു, 2016 തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു. 90 കൂടുതൽ സീറ്റ് നേടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഇപ്രാവശ്യവും അതേപോലെ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. വന്നത് വിശദീകരിക്കാൻ പറ്റില്ല. BJPക്ക് ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. തിരിച്ചടി അല്ല, അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ ജനങ്ങളെ, ഞാൻ നേരത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചില്ല, ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തില്ലോ. ഈ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ഞങ്ങളുടെ സഖാക്കൾ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ പല പ്രാവശ്യം അവർ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള കള്ള നുണ പ്രചരണത്തെയും അഭിമുഖീകരിച്ചത് ഞങ്ങളുടെ 10,000-കണക്കിന് സഖാക്കളുടെ നാപ്പുണ്ട്. അത് ഓരോരുത്തരും വീട് കയറിയിട്ട് തന്നെയാണ്. മണ്ഡലം കമ്മിറ്റി മെമ്പർമാരും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഉൾപ്പെടെ ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തകരാകെ പല പ്രാവശ്യങ്ങളിലായിട്ട് വീട് കയറി അവരോട് സംസാരിച്ച് കൃത്യതയോടുകൂടി ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളവരോടാണ് ഞാൻ ആദ്യം നന്ദി പറഞ്ഞത്. അവരെയാണ് ഞാൻ അഭിവാദ്യം ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടനാപരമായിട്ട് കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.